ഓൾ എല്ലാവർക്കും ട്രിപ്ലി മെഡിസിയിലേക്ക് സ്വാഗതം. എല്ലാവരും കാത്തിരുന്ന RRB JEE നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഷോർട്ട് നോട്ടീസാണിത്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് നോക്കാം. ജൂനിയർ എഞ്ചിനീയർ, ഡിപ്പോ മെറ്റീരിയൽ സൂപ്രണ്ട്, കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റന്റ്, കെമിക്കൽ സൂപ്പർവൈസർ ആൻഡ് മെറ്റലർജിക്കൽ സൂപ്പർവൈസർ, ഇത്രയും പോസ്റ്റുകളിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് August 29 അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷനൊക്കെ ഓൺലൈനായിട്ടാണ് നടക്കുന്നത്. 30/7/2024 ആപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ടാവുന്നത്. 29/8/2024 വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി എന്താണ് വേക്കൻസീസ് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നോക്കാം. കെമിക്കൽ സൂപ്പർവൈസർ ഓർ റിസർച്ച് ആൻഡ് മെറ്റലർജിക്കൽ സൂപ്പർവൈസർ റിസർച്ച്, അതിന് ലെവൽ 7 ആണ് അതിൻ്റെ പേ ലെവൽ. ഇനീഷ്യൽ പേ 44,900 ആണ്. ഈ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, അത് ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നോക്കണം. ഏജ് എന്ന് പറയുന്നത് 18 to 36 years ആണ്. ഇനി ടോട്ടൽ വേക്കൻസീസ് വരുന്നത് 17 ആണ്. ഇനി ജൂനിയർ എഞ്ചിനീയർ, ഡിപ്പോ മെറ്റീരിയൽ സൂപ്പറിൻറ്റൻഡൻറ്റ് ആൻഡ് കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റൻറ്റ്, ലെവൽ 6 ആണ് പേ ലെവൽ വരുന്നത്. 35,400 രൂപയാണ് ഇനീഷ്യൽ പേ വരുന്നത്. ഇനി 18 മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 7,934 വേക്കൻസീസ് ആണുള്ളത്. ഈ ക്വാളിഫിക്കേഷൻ പറയുകയാണെങ്കിൽ ഓരോ ക്വാളിഫിക്കേഷനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് നോക്കേണ്ടതാണ്. ഡിപ്ലോമ ഇൻ ഡിഫറെൻറ്റ് ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ് വേണ്ടി വരിക. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വരും, നമ്മളത് ചാനലിൽ പറയുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറയുന്നത് ഷോർട്ട് നോട്ടീസാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ എക്സാം ഫീ എന്ന് പറയുന്നത് എല്ലാവർക്കും 500 രൂപയാണ് വരുന്നത്. അതിൻ്റെ 400 രൂപ എക്സാമിന് ശേഷം അത് ഡിഡക്റ്റ് അത് കൊടുക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് തിരിച്ച് റീഫണ്ട് ആവുന്നതാണ്. ഇനി SC/ST, എക്സ് സർവീസ്മെൻ, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ, മൈനോറിറ്റീസ് ഓഫ് എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് 250 ആണ് വരുന്നത്. ആ 250 ഫസ്റ്റ് സ്റ്റേജ് TBT കഴിയുമ്പോൾ റീഫണ്ട് ആവുന്നതാണ്. ഇനി എല്ലാ RRBs നിങ്ങൾക്കറിയാം, RRB ഏതൊക്കെ വെബ്സൈറ്റ്സ് ആണ് നോക്കുക. ആ RRBസിലേക്കൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഒരു പ്രധാനപ്പെട്ട നോട്ടീസ് വരുന്നത്. ഇനി ആർക്കെങ്കിലും RRB JEE കോച്ചിങ്ങിൽ ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉടനെ അറിയിക്കുക. നമ്മൾ നെക്സ്റ്റ് മന്തിലേക്ക് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.